ഹായ് നമസ്കാരം. ആർട്ട്വേഴ്സിൽ നിന്ന് അനിഷയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ടേംസിൽ പൊതുവായിട്ട് നമ്മൾ കേൾക്കുന്ന ചില വാക്കുകളാണ് കാർപ്പറ്റ് ഏരിയ, ബിൽറ്റപ്പ് ഏരിയ, സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് കാർപ്പറ്റ് ഏരിയ? ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന സ്പേസുകൾ, ടൈലിട്ടിട്ടുള്ള നമുക്ക് നടക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, ഹോള് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ബിൽറ്റപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാർപ്പറ്റ് ഏരിയയുടെ കൂടെ കാർപ്പറ്റ് ഏരിയ പ്ലസ് വാൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വാൾസിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ ഒരു തിക്നെസ് പ്ലസ് ബാൽക്കണിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ലിഫ്റ്റ്, സ്റ്റെയർ കേസ്, അതുപോലെ ബരാൻഡാസ്, ലോബി, അതുപോലെ കോമൺ പാസേജുകൾ, ഇതെല്ലാം ആ ഫ്ലാറ്റിലുള്ള എല്ലാ ഓണേഴ്സിനും കൂടി തുല്യമായി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ നിങ്ങൾ പൊതുവേ വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ റിയാൽറ്ററിനോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിലേക്ക് കടക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.